അപ്പൊ മനസ്സിലായി. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാല് ആ സ്പേസ് നമുക്ക് പിന്നെ അത് സ്റ്റെയറിന്റെ അടിഭാഗം അത് ആ സ്റ്റെയറിന്റെ അടിഭാഗമാണ് അല്ലേ? അതെ അതെ. ശരിക്കും അവിടെ സ്പേസ് ശരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ ഇതിന്. ഈ നിങ്ങൾ പറഞ്ഞ മാതിരി ഇലക്ട്രിക്കൽ അതിന് വേണ്ടി ചെയ്യാം. എന്താ ഇലക്ട്രിക്കൽ ഇൻവേർട്ടർ ഒക്കെ വെക്കണമെങ്കിൽ ഇത്ര സ്പേസ് മതിയാവില്ലേ? മതി മതി. ബാറ്ററീസ് ആൻഡ് ആ ഇൻവെർട്ടേഴ്സ്. അതിന് മതിയാവും. ഇതൊക്കെ 180 22 സ്റ്റെയർസ് ആണ് കൊടുത്തിരുന്നത് 16ഒക്കെ. ഹൈറ്റ് ഉണ്ടാവും. ആ ഏരിയ കവർ ചെയ്ത് അപ്പുറം ഓപ്പൺ ആക്കിയാൽ മതി. ഇവിടെ കവർ ചെയ്ത് ടീ സൈഡ് ഓപ്പൺ ആക്കാം. അതെ. ഓക്കെ. പിന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നേ ഇതുപോലെ മിക്സ് സ്റ്റെയർ ആയിട്ടാണ് വോൾ ഇല്ലേ, സ്റ്റെയർ വോള്, അതിന് ഇതേപോലെ എന്തെങ്കിലും, അതായത് നമ്മൾ സ്റ്റെയർ കയറുമ്പോ ഇങ്ങനെ നോക്കണം. ആ കൺഫ്യൂഷൻ. ഓക്കെ. ഇത് ഓക്കെ ഓക്കെ. ഇങ്ങനെ എന്തെങ്കിലും സ്റ്റെയറിന്റെ വാളിലാ അത് വോളിൽ സ്റ്റെയർ വോൾ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്താം. ലൈറ്റ്സും പാനലിങ്സും അങ്ങനെ വന്നിട്ട്, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ളത് പോലെ ചെയ്യാം. നോർമൽ മതി. അതെ. സ്റ്റെയറിന്റെ അവിടെ നോർമൽ മതി. ഓക്കെ. പിന്നെ നമ്മളിവിടെ കുറച്ച് അവിടെ വാൾ ഡെക്കേഴ്സ് ഒക്കെയാണ് അവിടെ ഇവിടേക്കായിട്ട് കൊടുത്തേക്കുന്നത്. ഇതുപോലുള്ള ഒരു വാൾ ഡെക്കർ. ഇത് മുകൾ ഭാഗം ഇത് ഏതാ? ഇത് നമ്മുടെ റിസപ്ഷനിൽ നിന്ന് വന്നിട്ടുള്ള ഭാഗമില്ലേ, ഓക്കെ. റിസപ്ഷന്റെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വരുന്നു വന്നിട്ട്. ഓക്കെ. അത് ബെഡ്റൂം. അയ്യോ ഒരു മിനിറ്റ്. എന്നിട്ട് അടുത്ത ബെഡ്റൂം. ഓക്കെ. അത് ബെഡ്റൂമിന്റെ. ഓക്കെ. എന്നിട്ട് ഇത് നമ്മളെ കിച്ചണിന്റെ. കിച്ചൺ. ഓക്കെ ഇത് സ്റ്റെയർ. ഓക്കെ. അല്ല കിച്ചണിന്റെ അവിടെ പിന്നെ എന്തെങ്കിലും അവിടെ ഒരു ഇതാക്കാൻ പറ്റുമോ? ഈ ഇത് ഡോറല്ലാണ്ട് ഡോറ് വേണം. അതിന്റെ കൂടെ സൈഡിൽ ഓപ്പണിങ് പിന്നെ ഫുഡ് കൗണ്ടർ, സെർവ് ചെയ്യാനായിട്ടുള്ള കൗണ്ടർ പോലെ. സെർവിങ് കൗണ്ടർ. ഓക്കെ, മനസ്സിലായി. അതൊന്നും ചെയ്യും. ഒരു ഓപ്പണിങ്, ഒരു ഹാച്ച് ഓപ്പണിങ്. ഓക്കെ. ജസ്റ്റ് ഒരു 2 പ്ലേറ്റ്സ് വെക്കുന്ന വിധത്തിലുള്ള ഒരു ഗ്യാപ്പ് പോരെ? അതായത് ഇതില്ലേ കിച്ചണിന്റെ ടേബിളിന്റെ ലെങ്ത്തിൽ, കിച്ചന്റെ ഉള്ളിൽ ഇത് സ്ലാബ് ആക്കിയില്ലേ, ആ ഒരു ലെങ്ത്തിൽ. ഓക്കെ. അവിടെ പക്ഷെ നമ്മൾ ഇത് കൊടുക്കുമ്പോ, അതായത് ഇവിടെ ഒരു പാസേജ് ആണല്ലോ നമുക്കിവിടെ വരുന്നേ. അതായത് അയ്യോ ഇത് ഗസ്റ്റിന്റെ റൂമാണല്ലോ അല്ലേ? അങ്ങനെ ഒരു പ്രശ്നം. അല്ല, അത് ഓൾവേസ് ഓപ്പണിംഗ് ആയിരിക്കൂലല്ലോ, അത് ക്ലോസ്. എന്തെങ്കിലും ഫങ്ഷൻസ് വരും, എന്തെങ്കിലും റിക്വയർമെന്റ് വരുമ്പോൾ മാത്രം ഓപ്പൺ ചെയ്യുന്ന തരത്തില്. ഞാൻ ഉദ്ദേശിച്ചത്, അതായത് നമ്മൾ ഇവിടെ നമ്മളൊരു സ്ലാബ് പോലെ കൊടുക്കുമ്പോഴേ, ഇത് നമുക്ക് ഈ സ്റ്റോർ റൂമിലേക്കുള്ള പാസേജ് വരുന്നുണ്ടല്ലോ. അപ്പോ അവിടെ അതൊരു ഒരു മിനിറ്റ്. ഞാനിപ്പോ ഏത് പിക്ചറാ ഫോക്കസ് ചെയ്യേണ്ടത്? നമ്മള് ഇത് നോക്കി. ഡോർ ഓപ്പൺ ആക്കി. ഡോർ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ കയറുമ്പോ, സാർ ഉദ്ദേശിച്ചത് ഇവിടെ ആയിട്ട് ഒരു ഫുഡ് സെർവ് ചെയ്യണ ഒരു കൗണ്ടർ പോലെ ചെറുതൊരെണ്ണം വേണമെന്നാണ് ഈ വോളില്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഡോർ ഓപ്പൺ ആക്കിയാൽ ഒരു ഐഡിയ കിട്ടും. ഇത് സ്ലാബ് വന്നിരിക്കുന്നത്. സ്ലാബ് അതെന്താ സംഭവം? അല്ല, ഇതാണ് നമ്മുടെ സ്റ്റോർ ഏരിയ വരുന്ന പോർഷൻ. അയ്യോ. അപ്പൊ ഈ വാള് വരുന്ന ഇതാണ് വാള്. ബോൾ ഇതാണ്. അതെ. ഓക്കെ, കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മാറ്റണ എന്തെങ്കിലും മാറ്റാം. വേണ്ട.
ഇതൊക്കെ സ്റ്റെപ്പ് ഒന്നുമില്ല, ഫുൾ ഫ്ലാറ്റ് അല്ലേ ഫ്ലോർ ഒക്കെ ഉദ്ദേശിക്കുന്നത്? അതെ അതെ ഫ്ലാറ്റാ. മതി. ട്രോളി, ഒരു ട്രോളി പ്രൊവൈഡ് ചെയ്താൽ മതി. എന്തെങ്കിലും ആ സെർവ് ചെയ്യാന്നുണ്ടെങ്കിൽ ട്രോളി വെച്ച് സെർവ് ചെയ്യാം. സെർവ് ചെയ്യും. ഓക്കെ. പിന്നെ നമ്മുടെ ബെഡ് വരുന്ന ഏരിയ, അടുത്ത റൂമിന്റെ പ്രത്യേകിച്ചൊന്നുമില്ല, സെയിം നമ്മളെല്ലാ റൂമും ഒരേ ഡിസൈനിൽ തന്നെയല്ലേ ചെയ്യുന്നത് സർ? എല്ലാ റൂമും ഒരേപോലെ. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റേതിൽ പറഞ്ഞ പോലെ എല്ലാ മാറ്റങ്ങളും ഇതിൽ കൊണ്ടുവരാം. ഓക്കെ. ഓക്കെ. ഇൻക്ലൂഡിംഗ് ടോയ്ലറ്റ്. നമ്മൾ അതുപോലെ തന്നെയായിരുന്നു ഇവിടെ ചെയ്തിരുന്നത്. ആകെയുള്ളൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്പേസ് മറ്റേ റൂമിനേക്കാളും വരും. ഇവിടെ ഈ ഒരു പോർഷനിൽ മറ്റേ റൂമിൽ ഈ സോഫ സെറ്റ് ഇല്ല അല്ലെ? സോഫ ഉണ്ടായിരുന്നു. ബെഡിന്റെ ആ ആ ഉണ്ടായിരുന്നു. നമ്മൾ മിററിന്റെ അടുത്ത് തന്നെയായിട്ടേ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. കണ്ണോ? ടിവിന്റെ അടുത്തല്ലേ? ആ ഓക്കെ. വേണ്ട. ഓക്കെ. അപ്പൊ മിററൊക്കെ ആ ഒരു നമ്പർ, ഒരു മിനിറ്റ്, ഇതിന്റെ എൻട്രി ഇത് മെയിൻ ഡോർ ആണ് അതല്ലേ? അതെ അതെ അതെ. അപ്പൊ ഈ പിന്നെ ഇതെങ്ങനെ കബോർഡ് അതിങ്ങനെ കവർ ആയിട്ടാ വരുന്നു? ഇവിടെ മിറർ ഡോർ അവിടെ ഓപ്പൺ ആക്കുക, നേരെ വരുന്ന കബോർഡ്, ടിവി. പക്ഷെ ബെഡ് എവിടെയായിരുന്നു? ബെഡ് ഇവിടെ ആയിട്ട്. ഡോർ ഓപ്പണിംഗ് ഡയറക്റ്റ് ചെയ്യുന്നത് ബെഡിലേക്കാ? അല്ല, നമുക്കിവിടെ ഇവിടെ ഒരു വോൾ ഉണ്ടല്ലോ, വാഷ്റൂമിന്റെ വോൾ ഉള്ളതുകൊണ്ട് ചെറിയൊരു പാർട്ടീഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവും. അതായത് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നുള്ള. നമ്മള് ആ ഒരു മറ ഉണ്ടാവോ? ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോ കാണാം. ഡോർ ഓപ്പണിംഗ് വ്യൂ അങ്ങനെയാണല്ലേ? ഇങ്ങനെ ഉണ്ടാവും. ഹെഡ് കാണാൻ പറ്റില്ല? ഇല്ല. That's fine. പിന്നെ നമ്മൾ മറ്റേ റൂമിന്റെ ബാൽക്കണിന്റെ കാര്യം ഒന്ന് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയായിരുന്നു. ആ ടിവിയും മറ്റേ മിററും ഒക്കെ പറഞ്ഞ പോലെ മറ്റേത് അതുപോലെ. ഈ ബാൽക്കണിന്റെ ഒന്ന് നോക്കണം കേട്ടോ. ബാൽക്കണിയിൽ ഇതേപോലെ ഒരു സീലിംഗ് മതിയോ? ബാൽക്കണിയില് സിമ്പിൾ സീലിംഗ് മതിയോ? അത് നമ്മളിപ്പോ മോഡൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അധികം ഇത്രയും ഒരു സ്പേസ് ആയിരിക്കും അവിടെ വരിക. 130 ഒക്കെ ഉണ്ടാവും. കിഡ്സ് ഇതാവില്ലല്ലോ? കിഡ്സ് മറന്നു പോകുന്നത് ഇല്ല. ഞാൻ അത് നമ്മൾ കൊടുക്കുമ്പോ എന്തായാലും 110 ഒക്കെ 110 120 ഒക്കെ കൊടുത്താൽ മതി. നോർമലി കൊടുക്കുമ്പോൾ 90 ആണ് അത്. പക്ഷെ അത് ഭയങ്കര തീരെ ഇതായിപ്പോ, അത് കൊടുക്കണ്ട, അതിൽ കൂടുതൽ കൊടുക്കണം. 90 സെന്റിമീറ്റർ ആണ് സാധാരണ വീടുകളിലൊക്കെ താഴത്തെ കൊടുക്കുക. നമ്മൾ സ്റ്റെയറിനൊക്കെ കൊടുക്കുന്ന റെയിലിന്റെ ഹൈറ്റ് പോലെ. പക്ഷെ എപ്പോഴും സേഫ് കൊടുക്കുന്നത് 100 അബവ് കൊടുക്കുന്നത് നല്ലത്. 100 നല്ലത്. കാരണം വലിയ ആൾക്കാരെ, മുതിർന്നവരുടെ ഹിപ്പ് നിൽക്കുന്ന സമയത്ത് ബോഡി മാസ് പുറത്തേക്ക് മറിഞ്ഞു വീഴുന്ന ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടായിരുന്നത്. അപ്പോൾ സാറിന് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതനുസരിച്ച് ബാക്കി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇനിയുള്ള ഫ്ലോറുകളൊക്കെ. കളേഴ്സ് ഒക്കെ ഇത് തന്നെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ തന്നെ അങ്ങ് മുകളിലത്തെയും ചെയ്യാം. കളേഴ്സ് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഇത് കിട്ടോ? ഈ കളേഴ്സ് ഒക്കെ കിട്ടോ കോമ്പിനേഷൻ? കളർ ഇത് നമുക്ക് വാൾപേപ്പർ അല്ലെങ്കിൽ വാൾ ടെക്സ്റ്റേഴ്സ് ഇതില്ലേ, നമുക്ക് വാൾപേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ടെക്സ്റ്റേർഡ് പെയിന്റിംഗ് ഇല്ലേ, അതായത് ഇപ്പം സിമെന്റിന്റെ ഒക്കെ ടെക്സ്ചർ പോലെ നമ്മൾ പെയിന്റ് ചെയ്തെടുക്കത്തില്ലേ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട്? ഒരു പേര് എനിക്ക് അറിയത്തില്ല, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് പല ഷെയ്ഡ്സിലും ഇപ്പോൾ കുറെ പെയിന്റിങ് ബർജറിന്റെയും അതിലൊക്കെ അങ്ങനെ വരുന്ന കണ്ടിട്ടുണ്ട്.
അപ്പോ അതില് നമുക്ക് ഇതുപോലെ പെയിന്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഈ എന്താ നമ്മള് മാനുവലി കൈ വെച്ച് തന്നെ അങ്ങനെ ചെയ്ത് അങ്ങനെ ഒരു റൊട്ടേറ്റ് ചെയ്ത് അങ്ങ് എടുത്ത് ടെക്സ്ചർ വരുത്തണ ഒരു പാറ്റേൺ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വാൾപേപ്പേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പൊ പെയിന്റ്സ് ആണ് ഇപ്പൊ നല്ല ഷൈനിങ് ആയിട്ടുള്ള സിൽക്കിന്റെ അങ്ങനത്തെ ഒരു ടെക്സ്ചർ പോലെ വരുന്ന പെയിന്റ്സ് ഉണ്ട്, അങ്ങനെ യൂസ് ചെയ്യാം. മെയിൻ എൻട്രൻസിലൊക്കെ ആവുമ്പോഴേ. പിന്നെ ബെഡ്റൂമിലൊന്നും പിന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലില്ല, മെയിൻ അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിൽ സാറിന് ഈ ഒരു ഫിനിഷ് കിട്ടും. അപ്പൊ ഇതിന്റെ തന്നെ ടീമൊക്കെ ഉണ്ട്, ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതിന്റെ തന്നെ ആൾക്കാർ വന്നിട്ട് അവര് ചെയ്തു കൊടുക്കുന്നതും. ഇപ്പൊ വാൾപേപ്പറും അതൊക്കെ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് വന്നേക്കുന്നൊരു ഐറ്റമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മള് വാഷ് ബേസിൻ ഫിക്സ് ചെയ്തില്ല അല്ലെ? വാഷ് ബേസിൻ നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ പോർഷനിൽ കൊടുക്കേണ്ടതായിട്ട്. ഇതാകുമ്പോൾ ആരും കാണത്തില്ല, ഈ സ്റ്റെയറിൽ കയറുന്ന ആൾക്കാർ മാത്രം കാണത്തുള്ളൂ. അത് കുഴപ്പമില്ല. ഇവിടെ നമുക്ക് അത് കൊടുക്കാം. ഒരു വാഷ് ബേസിൻ ഫിക്സ് ചെയ്യാം. മറ്റേ ഇൻവെർട്ടറിന്റെ ഡോർ ഇപ്പുറം ഉണ്ടാവും. ഡോർ ഇപ്പുറം ആക്കാം, ഈ സൈഡിലാക്കാം. ഓക്കെ സർ, താങ്ക് യു. അവിടെ വാഷ് ബേസിൻ വെക്കുമ്പോൾ ഫ്ലോട്ടിംഗ് വാഷ് ബേസിൻ അല്ല, റൂമിൽ വെച്ച പോലെ തന്നെ ഒരു വാഷ് ബേസിൻ വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് താഴെ സ്റ്റോറേജ് ഒക്കെ വന്ന വിധത്തിലുള്ള സ്ലാബ് വന്നിട്ട് താഴെ സ്റ്റോറേജ്. അതെ അതെ. അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ മുകളിലത്തെ ഫ്ലോർ എല്ലാം ചെയ്തോട്ടെ? ഓക്കെ. കളർ കോമ്പിനേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അല്ല, ഇതിപ്പോ റൂമിലെത്തുമ്പോ വേറെ കളർ ടോൺ അല്ലേ വരാ? റൂമിൽ കുറച്ചും കൂടെ ലൈറ്റ് കളർ. നമുക്ക് ഇത്രയും ഡാർക്കും അല്ലെങ്കിൽ ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം റൂമിൽ ഉണ്ടാവില്ലല്ലോ. അതന്നെ, റൂമില് എത്തുമ്പം ഈ കളർ ആഷ് കളറിലേക്ക് മാറി. അതാണ് വേണ്ടത്. ഒരു ബേജ് ആഷ് അങ്ങനെ കുറച്ച് ലൈറ്റ് ടോൺസിൽ വരുന്ന കളേഴ്സ് യൂസ് ചെയ്തേക്ക്. ഓക്കെ. പിന്നെ ഈ പ്രീമിയം കളറിങ് അപ്സ്റ്റെയറിന്റെ ആവശ്യമില്ല, ആ റിസപ്ഷനിന്റെ ആ ഏരിയ മാത്രം മതി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. യെസ്. ഓക്കെ. ഇതിപ്പോ ഇതല്ലല്ലോ ഗോൾഡ്, പച്ച കളർന്ന കളറല്ലല്ലോ. ഇതൊരു എന്താ പറയാ, അറബിക് കളർ അല്ലേ? അറബിക്. ഓക്കെ. അറബിക് ഗോൾഡ് മഞ്ഞ ഷെയ്ഡ് അങ്ങനത്തെ അല്ല, പക്ക ഗോൾഡ് കളർ. അല്ല അതായത് പിന്നെ ഓക്കെ. സ്റ്റെയറിന്റെ കളർ എന്താണ്? സ്റ്റെപ്പിന്റെ കളർ എന്ത് വേറെ? ഡാർക്ക് ഇതാവോ? തടഞ്ഞ് എന്തെങ്കിലും ഇതുണ്ടാവോ? അതായത് സ്റ്റെപ്പ് ഫീല് കിട്ടണ്ടേ? അതായത് സാർ ഉദ്ദേശിച്ചത് ഡാർക്ക് ലൈറ്റ്. സ്റ്റെപ്പ് ചെയ്യുന്ന ഭാഗം ഡാർക്കും വെർട്ടിക്കൽ ഭാഗം ലൈറ്റും ഡിഫറെന്റ് ആയിട്ട് കൊടുക്കുന്നു. റൈസിങ്ങില് ഫ്ലാറ്റില് ഡാർക്ക്, റൈസിങ്ങില് ലൈറ്റ് കളർ. അങ്ങനെ ചെയ്യാം. അത് ചവിട്ടുന്ന ഭാഗം ഡാർക്ക് ആയാലും കുഴപ്പമില്ല. അതാകുമ്പോ ഞാനിപ്പോ ഇത് മുഴുവൻ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. സാറിന് എപ്പോഴേക്കും ഫ്രീ ആവുക? ഇന്ന് ഫ്രീ ആണ്. ആണോ? എങ്കിൽ പിന്നെ ഇന്ന് തന്നെ കാണിക്കാൻ നോക്കാം മാക്സിമം. ജസ്റ്റ് ഒന്ന് കോൾ ഇതായിക്കോട്ടെ, ഞാൻ ചിലപ്പോ ഉറങ്ങുകയാണെങ്കിലേ അറിയാൻ പറ്റും. കോൾ ചെയ്തൊക്കെ റിങ് ചെയ്തതിനാല്